بسم الله الرحمن الرحيم. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സ്ത്രീകൾക്ക് വലിയ പ്രാധാന്യം നൽകുന്ന മതമാണ് ഇസ്ലാം. സ്ത്രീകൾ പുരുഷനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ഘടകമാണ്. ഒരു സ്ത്രീയുടെ ചെറിയ പങ്ക് പോലും ഇല്ലാതെ ഒരു പുരുഷനും ഒരു നേട്ടങ്ങളും കൈവരിച്ചിട്ടില്ല, ഒരു സ്ഥാനങ്ങളിലും എത്തിയിട്ടുമില്ല. അപ്പോൾ ആ സ്ത്രീയെക്കുറിച്ച് ഇസ്ലാം എന്താണ് പറയുന്നത്? ഒരു സ്ത്രീയോട് എങ്ങനെ പെരുമാറണമെന്നോ സഹവർത്തിക്കണമെന്നോ എന്താണ് ഇസ്ലാം അതിനെക്കുറിച്ച് പറയുന്നത്? പ്രധാനമായും 4 രൂപത്തിലാണ് ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ സ്ത്രീകൾ കടന്നു വരുന്നത്. ആദ്യമായി കടന്നു വരുന്നത് അവന്റെ മാതാവായിട്ടാണ്. ആ മാതാവിനോട് എങ്ങനെ സഹവർത്തിക്കണമെന്നാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത്. ഒരിക്കൽ ഒരു സ്വഹാബിയായ വ്യക്തി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ വന്ന് ചോദിച്ചു, യാ റസൂലല്ലാഹ്, മൻ അഹഖുൻ നാസ് ബിഹുസ്നി സഹാബതി? അല്ലയോ റസൂലേ, ഞാൻ ഏറ്റവും കൂടുതൽ നല്ല രീതിയിൽ പെരുമാറേണ്ടത് ആരോടാണ് നബിയെ? അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മറുപടി, ഉമ്മുക, നിന്റെ ഉമ്മയോടാണ് എന്നാണ്. രണ്ടാമതും അയാൾ ചോദിച്ചു, സുമ്മമൻ, ഇനി ആരോടാണ് ഞാൻ ഏറ്റവും കൂടുതൽ നല്ല രീതിയിൽ സഹവർത്തിക്കേണ്ടത് നബിയെ? അപ്പോഴും നബിയുടെ മറുപടി, സുമ്മ ഉമ്മുക, നിന്റെ ഉമ്മയോട് തന്നെയാണ്. മൂന്നാമതും അയാൾ ചോദിച്ചു, അല്ലയോ നബിയെ, ഇനി ഞാൻ ആരോടാണ് നല്ല രീതിയിൽ സഹവസിക്കേണ്ടത്? അപ്പോഴും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മറുപടി, സുമ്മ ഉമ്മുക, ഇനിയും നിന്റെ ഉമ്മയോട് തന്നെയാണ്. നാലാമതും അദ്ദേഹം ചോദിച്ചു, സുമ്മമൻ, ഇനിയും ആരോടാണ് നബിയെ? അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, സുമ്മ അബൂക, പിന്നെ നിന്റെ ഉപ്പയോടാണ്. ഇവിടെ 3 പ്രാവശ്യം സ്ത്രീയായ മാതാവിന് പ്രാമുഖ്യം നൽകിയതിന് ശേഷം മാത്രമാണ് പുരുഷനായ പിതാവിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ എണ്ണിയത്. മറ്റൊരു സന്ദർഭത്തിൽ ഒരു വ്യക്തി വന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിക്കുകയാണ്, അല്ലയോ നബിയെ, ഞാൻ അള്ളാഹുവിന്റെ മാർഗത്തിൽ യുദ്ധത്തിന് പങ്കെടുക്കട്ടെയോ? അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തിരിച്ചൊരു ചോദ്യം ചോദിച്ചു, ഉമ്മുക ഹയ്യത്തുൻ, നിന്റെ ഉമ്മ ജീവിച്ചിരിപ്പുണ്ടോ? അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഞാൻ, അതെ, എൻ്റെ ഉമ്മ ജീവിച്ചിരിപ്പുണ്ട്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മറുപടി ഇങ്ങനെയായിരുന്നു, ഇൽസം റിജ്ലഹ ഫസമ്മൽ ജന്ന, എന്നാൽ നീ നിന്റെ ഉമ്മയുടെ കാലിൽ പോയി പിടിക്കൂ, അവിടെയാണ് നിനക്ക് സ്വർഗമുള്ളത്. അൽ ജന്നത്തു തഹ്ത അഖ്ദാമിൽ ഉമ്മഹാത്ത്, ഉമ്മയുടെ കാൽ കീഴിലാണ് സ്വർഗം എന്നാണ് ഇസ്ലാമിക പാഠം. ഫലാ തഖുൽ ലഹുമാ ഉഫിൻ, ഉമ്മയ്ക്കും ഉപ്പയ്ക്കും അനിഷ്ടകരമായ ഒരു വാക്ക്, ചേ എന്ന വാക്ക് പോലും അവരോട് സംസാരിക്കാൻ പാടില്ല എന്നാണ് ഖുർആൻ നിർദ്ദേശിക്കുന്നത്. രണ്ടാമതായി ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ സ്വാധീനം ചെലുത്തുന്നത് അവന്റെ സഹോദരിയാണ്. ഖാല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, മൻ അഅല ബിൻതൈനി ഔ ഉഖ്തൈനി ഔ ഹാലതൈനി ഔ ജദ്ദതൈനി ഔ അമ്മതൈനി ഫഹുവ മഈ ഫിൽ ജന്ന കഹതൈ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, ആരാണോ 2 പെൺമക്കളെ, അല്ലെങ്കിൽ 2 സഹോദരിമാരെ, അല്ലെങ്കിൽ ഉപ്പയുടെ സഹോദരിയെ, അല്ലെങ്കിൽ വല്യമ്മമാരെ, അല്ലെങ്കിൽ ഉമ്മയുടെ സഹോദരിമാരെ, ആരാണോ അവർക്ക് വേണ്ട പരിചരണങ്ങളൊക്കെ നൽകി അവരെ സംരക്ഷിക്കുന്നത്, അവൻ ഫഹുവ മഈ ഫിൽ ജന്ന, അവൻ എൻ്റെ കൂടെ സ്വർഗത്തിലാണ് എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നത്. ഇവിടെ സ്വന്തം സഹോദരിയെ മാത്രമല്ല, പിതാവിന്റെ സഹോദരിയെയും മാതാവിന്റെ സഹോദരിയെയും വല്യമ്മയെയും കുടുംബത്തിലുള്ള സ്ത്രീകളെ മൊത്തം സംരക്ഷിക്കാനാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത്. മൂന്നാമതായി അവന്റെ ജീവിതത്തിലേക്ക് കടന്നു വരുന്ന സ്ത്രീ എന്നുള്ളത് അവന്റെ വിവാഹത്തിലൂടെ അവന്റെ പകുതിയായി മാറുന്ന അവന്റെ ഭാര്യയാണ്. ആ ഭാര്യയോടെ എങ്ങനെ പെരുമാറാനാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത്. ഖാല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, ഖിയാറുക്കും ഖിയാറുക്കും ലിനിസാഇഹിം, നിങ്ങളിൽ ഏറ്റവും ഉത്തമനായ പുരുഷൻ എന്നുള്ളത് സ്ത്രീകളോട് നല്ല രീതിയിൽ പെരുമാറുന്നവനാണ്. സ്ത്രീകളോട്, സ്വന്തം ഭാര്യമാരോട് നല്ല രീതിയിൽ സൽസ്വഭാവത്തോടെ പെരുമാറാതെ ഞാൻ നല്ലവനാണെന്ന് നടിക്കുന്നവൻ ഇസ്ലാമിൽ അവനക്കൊരു അർത്ഥവുമില്ല. പുരുഷൻ വീട്ടിൽ ഒരു മേധാവിയെ പോലെ കഴിയാനല്ല ഇസ്ലാം പഠിപ്പിക്കുന്നത്. നേരെ മറിച്ച് വീട്ടുജോലികളിലൊക്കെ ഏർപ്പെട്ട് ഭാര്യമാരെ സഹായിക്കുന്നവരാകണം യഥാർത്ഥ ഭർത്താവ്. ഒരിക്കൽ ഒരു വ്യക്തി വന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഭാര്യയായ ആയിഷ ബീവിയോട് ചോദിച്ചു, അല്ലയോ ആയിഷ ബീവി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വീട്ടുജോലികളിലൊക്കെ ഏർപ്പെടുന്ന ആളാണോ? അപ്പോൾ ആയിഷ ബീവി പറഞ്ഞു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കുടുംബത്തെ സേവിക്കുകയും വീട്ടുജോലികളിൽ എന്നെ സഹായിക്കുകയും ചെയ്യുന്ന ആളാണ്. പക്ഷേ ഫൈദാ ഹദറത്തിസ് സ്വലാത്ത് ഖറജ ഇലസ് സ്വലാത്ത്, നിസ്കാരത്തിന്റെ സമയമായാൽ നിസ്കാരത്തിലേക്ക് പ്രവേശിക്കുന്ന ആളുമായിരുന്നു. നാലാമതായി ഒരു മനുഷ്യന്റെ ജീവിതത്തിലേക്ക് കടന്നു വരുന്ന സ്ത്രീ എന്നുള്ളത് അവനിലൂടെ പിറവിയെടുക്കുന്ന അവന്റെ മകളാണ്. പിറന്നത് പെൺകുഞ്ഞായതിന്റെ മേലിൽ ജീവനോടെ കുഴിച്ചിട്ട് ഓൺനാർക്കിലിംഗ് നടക്കുന്ന ഒരു ജനവിഭാഗത്തിലേക്കാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ നിയോഗിച്ചത്. ആ സമൂഹത്തിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചത് എന്താണ്?
മൻ ആല ജാരിയതൈനി ഹത്താ തബ്ലഗ ജാഅ യൗമൽ ഖിയാമത്തി കഹാതൈനി വളമ്മ അസാബിഹു. ആരെങ്കിലും രണ്ട് പെൺകുട്ടികളെ പ്രായപൂർത്തിയാകുന്നത് വരെ എല്ലാ പരിസരങ്ങളും നൽകി സംരക്ഷിച്ചാൽ അദ്ദേഹം എൻ്റെ കൂടെ സ്വർഗത്തിലാണ് എന്ന മഹത്തായ പാഠമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ലോകത്തിന് മുന്നിൽ കാണിച്ചു തന്നത്. ആധുനിക ലോകത്ത് തീർത്തും സുരക്ഷിതമല്ലാത്ത ഒരു ചുറ്റുപാടിലൂടെയാണ് സ്ത്രീകൾ കടന്നു പോകുന്നത്. പൊതു ഇടങ്ങളിലായാലും സ്വകാര്യ ഇടങ്ങളിലായാലും എന്തിന് വീടിന്റെ ഉള്ളകങ്ങളിലായാലും സ്വന്തം ശരീരത്തെ സേവിക്കാൻ, സ്വന്തം ശരീരത്തെ സംരക്ഷിക്കാൻ പറ്റാത്ത ഒരു ദയനീയമായ ചുറ്റുപാടിലൂടെയാണ് അവർ കടന്നു പോകുന്നത്. ഇവിടെയാണ് ഇസ്ലാമിക പാഠങ്ങൾക്ക് വിലയുള്ളത്. ഒരു സ്ത്രീ ജനിക്കുന്നത് മുതൽ അവൾ മരിക്കുന്നത് വരെ പൂർണ്ണമായ സുരക്ഷയുടെ കവചമൊരുക്കുന്ന മതമാണ് ഇസ്ലാം. ഒരു പെൺകുട്ടി ജനിച്ച് വീണാൽ അവളുടെ ഭക്ഷണവും വസ്ത്രവും അവളുടെ താമസവും മറ്റ് എല്ലാ സൗകര്യങ്ങളും ആവശ്യങ്ങളും നിറവേറ്റൽ അവളുടെ പിതാവിൻ്റെ മേൽ ബാധ്യതയാണ്, നിർബന്ധമാണ്. ഇനി അവൾ പ്രായപൂർത്തിയായി അവൾ വിവാഹിതയായാൽ അവളുടെ എല്ലാ ചെലവുകളും വഹിക്കൽ അവളുടെ പുരുഷന്റെ മേൽ അഥവാ അവളുടെ ഭർത്താവിൻ്റെ മേൽ നിർബന്ധമാണ്. ഭക്ഷണവും താമസവും വസ്ത്രവും എന്തിന് ചൂട് കാലമാണെങ്കിൽ അതിനനുയോജ്യമായ വസ്ത്രം, തണുപ്പ് കാലമാണെങ്കിൽ അതിനനുയോജ്യമായ വസ്ത്രം, മറ്റ് ഭക്ഷ്യവസ്തുക്കളും അവൾക്ക് ആവശ്യമായ വെള്ളവും എല്ലാ സൗകര്യങ്ങളും ശരീര സൗന്ദര്യ വസ്തുക്കൾ പോലും എല്ലാം ഭർത്താവിൻ്റെ മേൽ കൊടുക്കൽ നിർബന്ധമാണ്. നേരെ മറിച്ച് ഭർത്താവിന് ചെലവ് കൊടുക്കുകയോ അല്ലെങ്കിൽ ഭർത്താവിൻ്റെ വസ്ത്രം കഴുകുകയോ ഭർത്താവിന് ഭക്ഷണം വെച്ച് കൊടുക്കുകയോ ഒന്നും ഇസ്ലാം സ്ത്രീയുടെ മേലിൽ ഭാര്യയുടെ മേലിൽ അടിച്ചേൽപ്പിക്കുന്നില്ല. അവളൊരു രാജ്ഞിയെ പോലെ വാഴാനാണ് ഇസ്ലാം കൽപ്പിക്കുന്നത്. ഭാര്യയുടെ എല്ലാ ചെലവും, ഒരു സ്ത്രീയുടെ എല്ലാ ചെലവും പുരുഷന്റെ മേൽ ഏൽപ്പിച്ചിട്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മടങ്ങിയിട്ടുള്ളത്. അപൂർവമായ സാഹചര്യങ്ങളിൽ ഒഴികെ ഒരു സമയത്തും സ്ത്രീകൾക്ക് സ്വന്തമായി ചെലവെടുക്കേണ്ട ആവശ്യം വരുന്നില്ല. എന്നിട്ടും സ്ത്രീകൾക്ക് അനന്തരാവകാശം, സ്വത്തവകാശം നൽകുന്ന ഏക മതം അത് ഇസ്ലാം മാത്രമാണ്. അവസാനമായി വഫാത്തിന് 3 മാസങ്ങൾക്ക് മുമ്പ് പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ 10,000-കണക്കിന് സ്വഹാബികളെ സാക്ഷിയാക്കി നടത്തിയ ഹജ്ജത്തുൽ വദാഇന്റെ പ്രൗഢഗംഭീരമായ പ്രഭാഷണത്തിൽ പോലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്ത്രീകളെ ബഹുമാനിക്കാൻ മറന്നിട്ടില്ല. ഇത്തഖുല്ലാഹ ഫിന്നിസാ, നിങ്ങൾ സ്ത്രീകളുടെ കാര്യത്തിൽ അള്ളാഹുവിനെ ഭയപ്പെടുക എന്ന് സ്ത്രീകളുടെ മഹത്വത്തെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിവരിച്ചിട്ടുണ്ട്. ഫഅശ്റൂഹുന്ന ബിൽ മഅറൂഫ്, നിങ്ങൾ സ്ത്രീകളോട് നല്ല രീതിയിൽ സൽസ്വഭാവത്തോടെ പെരുമാറുക എന്ന ഖുർആനിക വചനം മുന്നിൽ വെച്ച് വാക്കുകൾക്ക് വിട. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.